ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതെന്താ പറയണേ, ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് എന്താ കല്യാണം അങ്ങനെയൊക്കെ സംസാരിക്കണേ പറഞ്ഞു. അപ്പൊ ടോമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പൊടി എന്തായാലും ഇത് നോയാണല്ലോ, ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട, ഇനി നീ റോബിനെ വിളിക്കോ മെസ്സേജ് അയക്കോ ഒന്നും ചെയ്യരുത്. എടുത്തില്ല, ഞാൻ വിളിച്ചു. അതായത് ഇനി ഞാൻ അഹങ്കാരം കാരണമാണോ അങ്ങനെ സംസാരിച്ചതെന്ന് വിചാരിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എന്താണ് സംഭവം, ഇന്ന റീസൺ കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടി നിന്നത്. കുഴപ്പമില്ല, വിട്ടേക്ക്, നമുക്കിത് വേണ്ട, രണ്ടുപേർക്ക് ഇൻഡിവിജ്വൽ ലൈഫ് പോട്ടെ, നമുക്കിത് വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ചെക്കനെ കിട്ടാൻ എല്ലാം പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. അപ്പം പുള്ളിക്കാരൻ എന്നെ 2 പ്രാവശ്യം വിളിച്ചു, ഞാൻ എടുത്തില്ല. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ഇട്ട് വീണ്ടും വിളിച്ചു, എടുത്തില്ല. പിന്നെ അന്ന് നൈറ്റ് ഞാൻ വിളിച്ചു, അപ്പൊ എടുത്തില്ല ഫോണ്. അപ്പൊ എനിക്ക് ചെറുതായിട്ട് വിഷമായി. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് പറയാനുള്ള ഒരു കാര്യം കേട്ടിട്ട് പിന്നെ എന്താ വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു. അത് ഇവിടെ വന്ന് എത്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡോക്ടർ റോബിൻ, ആരതി പൊടി, ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ജൂണിൽ എന്തോ മാരേജ് എന്തോ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് കുറെ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്, സത്യമാണോ സത്യമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂ വഴിയാണ് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലോട്ട് ആകുന്നത്. അവിടെ കണ്ടുമുട്ടുന്നു, പിന്നെ അത് പരമായി അവർ സെറ്റ് ആവുന്നു, റിലേഷൻഷിപ്പിലാകുന്നു. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു റിലേഷനിൽ ഇരിക്കെ തന്നെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പയ്യനുമായിട്ട് റിലേഷൻ വയ്ക്കുകയോ മോശമായ രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നത് എനിക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ല. കാരണം അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ശുദ്ധ പോക്കത്തനം തന്നെയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു റിലേഷനിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുന്നത് എനിക്ക് പേഴ്സണലി പറ്റത്തില്ല. ചിലപ്പോൾ അത് ചിലർക്ക് അത് പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ ഈ പറയുന്ന ആരതിപ്പൊടി ഡോക്ടർ റോബിൻ ഇഷ്യൂല് ഈ ആരതിപ്പൊടി റോബിനെ അൺഫോളോ ചെയ്തിട്ടുണ്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോളോ ചെയ്തോന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ആരതിപ്പൊടിയുടെ റിപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കമന്റ് ഒന്ന് വായിക്കാം. അരുൺ കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് ആണ്, കുറച്ചേ ഉള്ളൂ കേട്ടോ. അൺഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ അഗൈൻ ഫോളോ ചെയ്യുക, സാഡ് സ്റ്റോറി ഇടുക, വാട്ട് എ ഇൻമെച്യൂർ ആൻഡ് ചീപ്പ് ആക്ഷൻ യു ഡു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുക, ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളിയായി കാണാതെ നോക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം, പൊടിയെ ഒന്നും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും അല്ലല്ലോ റോബിനുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് വെരി ബാഡ് നൗ എ ഡേയ്സ്. എനിക്ക് പേഴ്സണലി ആ കമന്റിനോട് യോജിപ്പില്ല. കാരണം ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇഷ്യൂ എന്ന് അവർക്കാണ് അത് വളരെ വ്യക്തമായി അറിയാവുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവർ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺസ് പൊടിക്ക് കാണും. ഒരിക്കലും ഞാൻ പൊടിയെ ഇവിടെ കുറ്റം പറയത്തില്ല. അപ്പൊ ഇതിന് താഴെ പൊടി റിപ്ലൈ കമന്റ് അയച്ചത്, ജൂൺ 26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, അതാണ് ആ സാധനമാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. വൈഫ് ആവാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണോ പിന്നെ മെച്യൂരിറ്റി? വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് അവിടെ ആരതി പറയുന്നത്. വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിപ്പിക്കരുത് എന്ന് ആരതി പൊടി ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റോബിന് ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലോട്ട് പോയി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കമന്റ് റിപ്ലൈ ആണ് ഇവിടെ ആരതി പൊടിയുടെ കാണുന്നത്. ഇപ്പോൾ ഈ കമന്റ് മുക്കിയിട്ടുണ്ട്, കാണാനില്ല. പക്ഷെ ഇത് ആരതി പൊടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ആരതി പൊടി റോബിൻ ബന്ധത്തിൽ ഈ പറയുന്ന റോബിൻ മൾട്ടിപ്പിൾ റിലേഷൻ മറ്റൊരു റിലേഷനിലോട്ട് പോവുക ചെയ്ത് അത് ചെയ്തതാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നും കൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിലായിട്ട് പോകുന്നത് വളരെ വളരെ മോശമായത് ദണ്ഡിത്തനമായ കാര്യവും തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റിലേഷനിൽ ഇരുന്നും കൊണ്ട് നിനക്ക് വേറൊരു റിലേഷനിൽ നിനക്കെന്ന് വെച്ചാൽ നിങ്ങൾക്കായാലും ആർക്കായാലും എനിക്കായാൽ കൂടെ ആർക്കായാലും ഏവനായാലും ഏവൾക്കായാലും പോണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം. മനസ്സിലായ? ഇരിക്കുന്ന റിലേഷൻഷിപ്പ് മാന്യമായി ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയോ വേണോ വെക്കുക. അല്ലാതെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. ഇന്നത്തെ കാലത്തെന്നല്ല ഏതൊരു കാലത്തായാലും എൻ്റെ ഒരു നിലപാട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. അല്ലാതെ നീക്ക് എന്താണോ കാണിച്ചോ അതൊക്കെ അതിൻ്റെയൊക്കെ ഇഷ്ടം. മനസ്സിലായ? പക്ഷെ റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടിയെ ചതിച്ച്
മറ്റൊരു റിലേഷൻഷിപ്പിൽ റോബിൻ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയെന്ന് ഒരു അക്ഷരം തെറ്റാതെ പറയാം. പിന്നെ ഇതേ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആരതി പൊടിക്കെതിരെ വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല സ്റ്റോറികളും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നെഗറ്റീവായിട്ട് ആരതി പൊടിക്ക് ഈ പറയുന്ന റോബിൻ എന്ന വ്യക്തിയുടെ ഫാൻസ് ആർമി സൈബർ അറ്റാക്ക് അടിച്ച് ചെറിയൊരു രീതിയിൽ സൈഡിൽ കൂടി അടിച്ച് പോയിട്ടുണ്ട്. ഞാൻ അത് കണ്ടായിരുന്നു. ചില കമന്റ്സുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ അയച്ചു തരുമ്പോൾ നമ്മൾ കാണും. ഇനിയിപ്പോൾ അവിടെ പോലും തപ്പേണ്ട കാര്യമില്ല. ഇപ്പോ ജിനൂസിന്റെ ലൈവിലായാലും എവിടേക്കൊക്കെയോ ഈ പറയുന്നത് പോലെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു ഈ ആരതി പൊടിക്കെതിരെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവര് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർക്കും എന്ന് ഞാൻ പറയില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന സ്ഥിതിക്ക് അവര് തമ്മിലുള്ള ഇഷ്യൂല് ഒരിക്കലും ആരതി പൊടിക്ക് നേരെ ഒരുത്തം പോലും കൈ പൊക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ നേരെ ഒരുത്തം പോലും കൈ പൊക്കരുത്. മനസ്സിലായ? ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 100ക്ക് 110% അതിൽ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഒരു റിലേഷനിൽ ഇരുന്നും കൊണ്ട് മറ്റൊരു തീരോടെ പോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ആരതി പൊടിയുടെ ആ ഒരു തീരുമാനം അത് എന്തായിക്കോട്ടെ അത് ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിൽ ഫുൾ സപ്പോർട്ട് ഫോർ ആരതി പൊടി എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ റോബിൻ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മനസ്സിലായ? അതുകൊണ്ട് പണ്ടൊരിക്കൽ ദിൽഷയെ എടുത്തിട്ട് എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് നടത്തി ഓർമ്മയുണ്ട്. ദിൽഷ നോ പറഞ്ഞെന്ന്. ആ പരിപാടി ഇവിടെ ഇനി ആരതി പൊടിയുടെ ഇഷ്യൂവിൽ കാണിക്കാതിരിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോകും. സപ്പോർട്ട് ചെയ്യും, ഫുള്ള് സപ്പോർട്ട് ചെയ്യും. അത് ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഫുള്ള് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഒരു പെണ്ണിന് പ്രശ്നം വന്നാലും ആണിന് പ്രശ്നം വന്നാലും നമ്മൾ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. ആരതില്ലെങ്കിൽ ആരതി പൊടിക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ കട്ടയ്ക്ക് നിൽക്കും. കാരണം ആരതി പൊടിയുടെ ഭാഗത്താണ് ഇവിടെ ന്യായമം. മനസ്സിലായ? ആ കൊച്ചിനെ വെറുതെ ആ കൊച്ചിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ കൊച്ചിനെ സൈബർ അറ്റാക്ക് നടത്താൻ ഇവിടെ വേവനെങ്കിലും കൈ പൊക്കി കഴിഞ്ഞാൽ വിടത്തില്ല. മനസ്സിലായ? ഫുൾ സപ്പോർട്ട് ടു ആരതി പൊടി എന്ന് ഞാൻ പറയും. പിന്നെ അവർ തമ്മിൽ ഇനി പ്രശ്നം പരിഹരിച്ച് സോൾവ് ചെയ്ത് അവരൊന്നിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം. അതിലെനിക്ക് റൈറ്റ്സ് ഇല്ല. പക്ഷേ ആ കൊച്ചിനെ ഇവിടെ കിടന്ന് വെറുതെ സൈബർ അറ്റാക്ക് നടത്തരുത്. ചിലപ്പോൾ ഇനി അവർ അടുത്ത് ജൂണിലെന്തോ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നു, ഇനി ഒന്നിക്കാതെ കൂട്ടുക, അതൊക്കെ അവരുടെ പേഴ്സണൽ തീരുമാനങ്ങളാണ്. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ആ കൊച്ചിനെ വെറുതെ വലിച്ചു കീറാൻ നിൽക്കരുത്. മനസ്സിലായ? അതിന് അങ്ങനെ വെറുതെ വിടാനും പറ്റത്തില്ല. പണ്ടൊരിക്കൽ ദിൽഷ എന്ന് പറയുന്ന അവളെ വലിച്ചു കീറി എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് എടുത്ത് ആ കൊച്ചു വന്നിരുന്നത് കരയണ ഒരു സമയം ഉണ്ടായിരുന്നു. മനസ്സിലായ? കാരണം താങ്ങാൻ പറ്റത്തില്ല. പയ്യന്മാരെ പോലെയല്ല, വെമ്പിള്ളാരെ അത്രയും താങ്ങത്തില്ല. ഉള്ള കാര്യം പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാം. അത്രയും താങ്ങിയൊന്നും വരില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ആ കൊച്ചിനെയും ഇതുപോലെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. ആ ദിൽഷ നോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കരുത്. മനസ്സിലായ? എല്ലാ ആർമിയും സൈബർ അറ്റാക്കും കുറെ സൈബർ ബുള്ളിങ്ങുമായിട്ട് നേരെ കയറി ചെന്നോളൂ. ഇനി ആരതി പൊടി എടുത്ത് ഈ റിലേഷനിൽ എന്തെങ്കിലും പറ്റുകയോ ബ്രേക്ക് ആവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പരിപാടി ഇനി ഇവിടെ കാണിക്കാതിരിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വിടത്തില്ല, ഒരു സൈബർ അറ്റാക്ക് നടക്കത്തില്ല. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഫുൾ സപ്പോർട്ട് ടു ആരതി പൊടി എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇനി അവരൊന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ, അത് അവരുടെ പേഴ്സണൽ തീരുമാനം. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതുപോലെ ഈ കമന്റ് ജെന്യൂൻ ആണോ എന്നുള്ള ഒരു ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കമന്റ് ജെന്യൂൻ ആണ്, അത് ആരതി പൊടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ റിപ്ലൈ. അപ്പോൾ എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ. ആരതി പൊടിയുടെ തീരുമാനം സ്റ്റേണായിട്ട് എടുക്കുക. പിന്നെ ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ ഒരു കല്യാണ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ചെയ്യേണ്ടതാണ്. പിന്നെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ നിൽക്കുന്നത് പോലെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് ലൈവ് മുന്നോട്ട് പോവുക. അത് നിങ്ങൾ ഒന്നിക്കുകയോ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ ഞാൻ ഒരിക്കലും തെറ്റു പറയത്തില്ല. ആരതി വിഭാഗത്ത് ഒരിക്കലും ഞാൻ തെറ്റു പറയത്തില്ല. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. മനസ്സിലായ? ഇതിന്റെ പേരിൽ ആ കൊച്ചിനെ ഒരുത്തം പോലും സൈബർ അറ്റാക്കിന് വിധേയാക്കാൻ നിൽക്കരുത്. ഫുൾ സപ്പോർട്ട് ടു ആരതി പൊടി എന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ജെന്യൂനാണ് ആരതി പൊടിയുടെ പറഞ്ഞ ഈ കമന്റും കാര്യങ്ങളൊക്കെ. അത് ആരതി പൊടിയുടെ കമന്റ് തന്നെയാണ്. മനസ്സിലായി? അതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. കാരണം വെരിഫൈഡ് അല്ല, ആരതിയുടെ അക്കൗണ്ട് വെരിഫൈഡ് അല്ല. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, ഫേക്ക് ഇതാണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല. പിന്നെ ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചോയ്സ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പണ്ടത്തെ പോലെ ആ കളി ഇനി ഇവിടെ നടക്കത്തില്ല മക്കളെ. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് കുറെ ഊളകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെയും വെറുതെ വിടത്തില്ല. അത് വേറെ കാര്യം, സത്യം ഞാൻ ഉള്ള കാര്യമാണ് പറയണത്. കാരണം ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ന്യായം. പെൺകുട്ടി മീൻസ് പൊടിയുടെ ഭാഗത്ത്. അതുകൊണ്ട് ഇവിടെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് വാലും പൊക്കി കൊണ്ടുവരണമാരെല്ലാം കാലകാര്യം നിരത്തി അടക്കി. മനസ്സിലായ? ഓക്കെ, ബൈ.